ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ സൻസാർ പുസ്തക് ഹെ എന്ന അധ്യായത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ലേഖക് ने പ്രകൃതി के अक्षर किन्हें कहा है? ലേഖകൻ പ്രകൃതി के अक्षर എന്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്തിനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ലേഖക് ने पेड़ पौधों, पत्थरों, नदियों, जंगलों, हड्डियों आदि प्राकृतिक चीज़ों को हड्डियों അതായത് जानवरों की हड्डियों आदि प्राकृतिक चीज़ों को प्रकृति के अक्षर कहा है. ലേഖകൻ വൃക്ഷലതാദികളും കല്ലുകളും പിന്നെ നദികൾ, പിന്നെ കാടുകൾ, പിന്നെ ആനിമൽസിൻ്റെ എല്ലുകൾ, അതിനെ ഇത്രയും പ്രകൃതിയിലെ സാധനങ്ങളെയാണ് പ്രകൃതിക്ക് അക്ഷർ എന്നതുകൊണ്ട് ലേഖകൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ജാൻവറോं की हड्डियां ആണ്. ഓക്കെ, प्रश्न 2, लाखों करोड़ों वर्ष पहले हमारी धरती कैसी थी? അതായത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ പണ്ട് ഞങ്ങളുടെ ഭൂമി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തർ, लाखों करोड़ों वर्ष पूर्व हमारी धरती बहुत गर्म थी. അപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷം മുമ്പ് ഞങ്ങളുടെ ഭൂമി എങ്ങനെയായിരുന്നു? വളരെയധികം ചുട്ടുപൊള്ളുകയായിരുന്നു അല്ലേ? ബഹോത് ഗർം തീ. ഇസ് പർ കോയി ജീവിത് നഹി രഹ സക്താ താ. ഒരു ജീവിക്കും ആ സമയത്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കത്തില്ലായിരുന്നു, അത്രയ്ക്ക് ചൂട് ഉണ്ടായിരുന്നു. അപ്പോൾ ലാഖോं करोड़ों वर्ष पूर्व हमारी धरती बहुत गर्म थी. इस पर कोई जीवित नहीं रह सकता था. ഒരു ജീവിക്കും ജീവിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. प्रश्न 3, दुनिया का पुराना हाल किन चीज़ों से जाना जाता है? കുച്ച് ചീസോം കെ നാം ലിഖോ. ഈ ലോകത്തിൻ്റെ പഴയ സ്ഥിതി ഏതൊക്കെ സാധനങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും? കുച്ച് ചീസോം കെ നാം ലിഖോ. കുറച്ച് വസ്തുക്കളുടെ പേരുകൾ പറയുക. दुनिया का उत्तर, दुनिया का पुराना हाल पहाड़, समुद्र, नदियाँ, जंगल के जानवरों की पुरानी हड्डियों, പത്തർ കെ ടുക്ഡോം സേ ജാനാ ജാത്താ ഹെ. അപ്പോൾ ഈ ലോകത്തിൻ്റെ പഴയ സ്ഥിതി പർവ്വതങ്ങളും സമുദ്രവും നദികളും പിന്നെന്താണ് കാടുകളും പിന്നെ ആനിമൽസിൻ്റെ ഈ എല്ലുകളൊക്കെ അല്ലേ, എല്ലുകളും പിന്നെ കല്ലുകളുടെ ചെറിയ കല്ലുകൾ അതിൻ്റെ കഷ്ണങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ ലോകത്തിലെ പഴയ സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദുനിയാ കാ പുരാന ഹാൽ പഹാഡ്, സമുദ്ര, നദിയാം, ജംഗൽ കെ जानवरों की पुरानी हड्डियों, पत्थर के टुकड़ों से जाना जाता है. प्रश्न 4, गोल चमकीला रोड़ा अपनी क्या कहानी बताता है? റൗണ്ടും പിന്നെന്താണ് ഗോൽ അല്ലേ, പിന്നെ ചംക്കീല റോഡ ചംക്കീല തിളങ്ങുന്ന ആ കല്ല് അല്ലെങ്കിൽ പെബിൾ അല്ലേ, ചെറിയൊരു കല്ലിൻ്റെ കഷ്ണം, അതാണ് റോഡ. അപ്നി ക്യാ കഹാനി ബത്താത്ത ഹെ, തൻ്റെ ഏത് കഥയാണ് അത് പറയുന്നത്? गोल और चमकीला दिखाई देने वाला रोड़ा पहले ऐसा नहीं था. അപ്പോൾ ഈ റൗണ്ടും പിന്നെ തിളങ്ങുന്ന ഷൈനിങ് ഉള്ള ഈ കല്ല് പണ്ട് കാണാൻ ഇങ്ങനെ അല്ലായിരുന്നു. റോഡ പെഹലെ ऐसा नहीं था. पहले वह चट्टान का टूटा हुआ नोकीला खुरदरा टुकड़ा था. പണ്ട് അതൊരു പാറയുടെ പൊട്ടിയ ഒരു പാറയുടെ പൊട്ടിയ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങളായിരുന്നു അത്. അപ്പോൾ നുക്കീല ഖുർദറ ടുക്ടാത്ത, ഒരു കഷ്ണമായിരുന്നു അത്, ഇങ്ങനെ മൊനയുള്ളതും പിന്നെ റഫായിട്ടുള്ള ടെക്സ്ചർ ഉള്ളതുമായിരുന്നു. ബാരിഷ് കെ പാനി മേ ബഹക്കർ വ ഛോട്ടി ഘാട്ടി തക്കായ. അപ്പോൾ മഴവെള്ളത്തിൽ അത് ഒഴുകി വന്ന് ഇവിടെ താഴ്വാരങ്ങളിലെത്തി. പാനി കെ സാത്ത് നിരന്തർ ढकेले जाने के कारण उसके कोने घिसकर गोल और चमकदार बन गया. അപ്പോൾ പാനിക്ക് നിരന്തർ ढकेले जाने के कारण, ആ ഒഴുകി വരുന്ന ആ പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ വെള്ളം അതിനെ ഇങ്ങനെ മുന്നോട്ട് തള്ളി കൊണ്ടുപോയി അല്ലേ, ढकेले जाने के कारण, ഇങ്ങനെ തള്ളി കൊണ്ടുപോയത് കാരണം ഉസ്കെ കോനെ ഘിസ്കർ, അതിൻ്റെ കോർണേഴ്സൊക്കെ ഇങ്ങനെ ഒരഞ്ഞു പോയി. പിന്നെ നദികളിലും അത് ഒരഞ്ഞു പോവുകയാണ് ചെയ്തത്. അങ്ങനെ അത് റൗണ്ടും ഘിസ്കർ ഗോൽ ഓർ ചമക്ദാർ ബൻ ഗയ. അങ്ങനെ റൗണ്ടും പിന്നെ എങ്ങനെയാണ് തിളങ്ങുന്നതും ഷൈനിങ്ങുള്ളതും ഒക്കെ ആയി മാറി. प्रश्न 5, गोल चमकीले रोडे को यदि दरिया और आगे ले जाता तो क्या होता? विस्तार से उत्तर लिखो. അപ്പോൾ ഈ റൗണ്ടും പിന്നെ തിളങ്ങുന്നതുമായിട്ടുള്ള ഈ റോഡ അല്ലേ, കല്ലിൻ്റെ കഷ്ണം അല്ലെങ്കിൽ പെബിള്, യദി ദരിയ ഓർ ആകെ ലേ ജാത്തി, ആ നദി വീണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? വിസ്താർ സെ ഉത്തർ ലിഖോ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, നല്ല വിസ്തരിച്ചിട്ട് ഉത്തരം എഴുതാൻ. ഉത്തർ, गोल चमकीले रोडे को अगर दरिया और आगे ले जाता तो वह छोटा होते होते अंत में बालू का एक कण बन जाता.
അപ്പോൾ ഈ റൗണ്ടും തിളങ്ങുന്നതുമായിട്ടുള്ള ആ കല്ലിനെ ഇനിയും നദി മുന്നോട്ട് കൊണ്ടുപോയായിരുന്നെങ്കിൽ അത് വീണ്ടും അത് ഒരഞ്ഞ് ചെറുതായിട്ട് മാറും അല്ലേ, ഛോട്ടാ ഹോത്തേ അങ്ങനെ ചെറുതായി മാറി അന്തമേ ബാലു കാ എക് കൺ ബൻ ജാത്ത. ബാലു എന്ന് പറഞ്ഞാൽ മണലിൻ്റെ ഒരു തരിയായിട്ട് മാറുകയാണ് ചെയ്യുക. और समुद्र के किनारे पहुंचकर अपने जैसे ही रेत के अन्य कणों में मिल जाता. സമുദ്രത്തിൻ്റെ തീരത്തെത്തിയാലോ, ഒഴുകി സമുദ്രത്തിലെത്തി സമുദ്രത്തിൻ്റെ തീരത്തെത്തുകയാണെങ്കിൽ അത് മറ്റ് സഹോദരങ്ങളെപ്പോലെ എന്നാണ് അവിടെ എഴുതിയത്. അതായത് അപ്നി ജैसे ही रेत के अन्य कणों में मिल जाता, തന്നെ പോലത്തെ മറ്റ് തരികളുമായിട്ട് അത് കൂടിച്ചേരുമായിരുന്നു. ജഹാ എക് സുന്ദർ ബാലു കാ കിനാര ബൻ ജാത്ത, അവിടെ ഒരു ഭംഗിയുള്ള ഒരു തീരമായിട്ട് മാറും അല്ലെ, മണൽ തീരമായിട്ട് മാറും. ജിസ് പർ ഛോട്ടെ ഛോട്ടെ ബच्चे खेलते और ബാലു കെ ഘറോന്തെ ബനാത്തെ, അവിടെ കൊച്ചു കുട്ടികൾ കളിച്ച് മണൽ കൊണ്ടുണ്ടാക്കുന്ന, എന്താണ് ബീച്ചിൻ്റെ ഒക്കെ തീരത്ത് മണൽ കൊണ്ട് വീടുകൾ ഉണ്ടാക്കാറില്ല, മണ്ണ് കൊണ്ട് കുട്ടികൾ മണ്ണ് കൊണ്ട് വീടുണ്ടാക്കി കളിക്കാറുണ്ട്. അപ്പോൾ ഛോട്ടെ ബच्चे खेलते और ബാലു കെ ഘറോന്തെ ബനാത്തെ, മണൽ കൊണ്ടുണ്ടാക്കിയ വീടുകൾ. ലോഗ് ഉസ് റേത് കോ വിഭിന്ന കാമോമേ പ്രयोग करते, ആളുകൾ ഈ മണലിനെ വിവിധ തരത്തിലുള്ള വിഭിന്നമായിട്ടുള്ള ജോലികളിൽ അല്ലെ, വിവിധ തരത്തിലുള്ള ജോലികളിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യും. नेहरू जी ने इस बात का हल्का सा संकेत दिया है कि दुनिया कैसे शुरू हुई होगी. उन्होंने क्यों बताया है, पाठ के आधार पर लिखो. നെഹ്റു ജീനെ ഇസ് ബാത് കാ ഹൽക്കാ സ സങ്കേത് ദിയാ ഹെ. നെഹ്റു ജി ഒരു ചെറിയൊരു എന്താണ് സങ്കേത് എന്ന് പറഞ്ഞാൽ സൂചന കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ? ദുനിയ കാസെ ശുരു ഹുയി ഹോഗി എന്ന്, ഈ ലോകം തന്നെ എങ്ങനെയാണ് ആരംഭിച്ചത് എന്നതിൻ്റെ ഒരു ചെറിയ സൂചന നൽകിയിട്ടുണ്ട്. ഉൻഹോനെ ക്യൂ ബത്തായ, അങ്ങനെ എന്തുകൊണ്ടാണ് അദ്ദേഹം പറയാൻ കാരണം, അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് പറഞ്ഞത്? പാഠ് കെ ആധാർ പർ ലിഖോ, ഈ പാഠത്തിന് അനുസരിച്ചിട്ട് എഴുതാൻ, അതിനെ ആധാരമാക്കിയിട്ട് എഴുതാൻ. उत्तरम, नेहरू जी ने बताया है कि यह पृथ्वी लाखों करोड़ों वर्ष पुरानी. नेहरू जी എന്താണ് പറഞ്ഞത് ആ ലെറ്ററിൽ? പൃഥ്വി ലാഖോം കരോടോം വർഷം, അതായത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ പണ്ടാണ് ഈ ലോകം തന്നെ, ഈ ഭൂമി തന്നെ ഉണ്ടായത് അല്ലേ. വർഷ പുരാനി ഹെ, അത്ര പഴയതാണ്. ഈ പൃഥ്വി ബഹുത് ഗരം തി, ആ സമയത്ത് ഭൂമി നല്ല ചൂടായിരുന്നു, അതായത് നല്ല ചുട്ടു പഴുത്തിരിക്കുന്ന സമയമായിരുന്നു. ഇസ് പർ കോയി ജാൻദാർ ചീസ് നഹി രഹ സക്തി തി, ജീവനുള്ള ഒരു സാധനത്തിനെയും ജീവനുള്ള ഒരു ജീവിയെയും ഇവിടെ കാണാൻ സാധിക്കത്തില്ലായിരുന്നു ആ സമയത്ത്, കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു. പെഹലെ യഹാന കോയി ആദ്മി താ ന ജാൻവർ, ആ സമയത്ത് പണ്ട് ഇവിടെ മനുഷ്യരുമില്ലായിരുന്നു, എന്താണ് മൃഗങ്ങളുമില്ലായിരുന്നു. കരോടോം വർഷോമേ ജാക്കർ ധർത്തി ठंडी हुई, फिर धीरे धीरे इस पर വനസ്പതിയാം पैदा होने लगी. അപ്പോൾ കുറേ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഭൂമി തണുക്കുകയും ചെയ്തു. പിന്നെ പതുക്കെ ധീരെ ധീരെ ഇസ് പർ വനസ്പതിയാം, വൃക്ഷലതാദികൾ ചെടികളൊക്കെ വന്നു തുടങ്ങി. पैदा होने लगी. फिर छोटे छोटे जीव जंतु पैदा हुए, അങ്ങനെ ചെറിയ ജീവജന്തുക്കൾ ജനിച്ചു. फिर छोटे छोटे जीव जंतु पैदा हुए और फिर मनुष्य, പിന്നീടാണ് മനുഷ്യന്മാർ ഉണ്ടായത്. അങ്ങനെ ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ കത്തിൽ എഴുതിയിരുന്നത്. इस बीच वह दरिया में लुढ़कता रहा, नीचे लिखी क्रियाएं पढ़ो, क्या इनमें और लुढ़कना में तुम्हें कोई समानता नज़र आती है. ഇസ് ബീച്ച് വ ദരിയാമേ ലുഡക്ത റഹ, ആ കല്ലിനെ പറ്റി ആ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ലുഡക്ത റഹ. അപ്പോൾ ഈ എന്നാ പറഞ്ഞാൽ എന്താണ്, റോൾ ചെയ്യുക. അപ്പോൾ നീച്ചെ അതൊരു ക്രിയയാണ് അല്ലേ, ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നീച്ചെ ലിഖി ക്രിയാവും കോ പഠോ, ഈ താഴെ കൊടുത്തിരിക്കുന്ന ക്രിയകൾ എന്തൊക്കെയാണ്? ഢക്കേൽന, ഗിർന, ഖിസക്ന അല്ലേ. ഢക്കേൽന എന്ന് പറഞ്ഞാൽ തള്ളി വിടുക, ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക, ഖിസക്ന എന്ന് പറഞ്ഞാൽ പതുക്കെ ഇങ്ങനെ സൈഡിലോട്ട് നീങ്ങുക അല്ലേ, ഖിസക്ന മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ക്യാ ഇൻമേ ഓർ ലുഡക്ന മേ तुम्हें कोई समानता नज़र आती है. അപ്പോൾ ഈ ലുഡക്ന എന്ന വേർഡും പിന്നെ ഈ ഢക്കേൽന, ഗിർന, ഖിസക്ന ഈ വേർഡിലും എന്തെങ്കിലും സിമിലാരിറ്റീസ്, സമാനത നസർ ആത്തി കാണാൻ സാധിക്കുന്നുണ്ടോ? ഇൻ ചാറോം ക്രിയാവും ക അന്തർ സംജാനെ കെ ലിയെ ഇൻസെ വാക്യ ബനാവോ, ഇതിൻ്റെ വ്യത്യാസം, ഈ 4 ക്രിയകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഉപയോഗിച്ചിട്ട് വാക്യത്തിൽ പ്രയോഗിക്കണം. ओके. उत्तर, इन चारों क्रिया शब्दों के अर्थ में बहुत अंतर है. 4ൻ്റെയും അർത്ഥത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അത് ലുഡക്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ റോൾ ഓവർ ആവുക. അപ്പോൾ ദവാ കി ശീശി അൽമാരി മേ ലുഡക് ഗയി,
പെട്ടെന്ന് മറിഞ്ഞുപോയി അല്ല, മറിഞ്ഞിങ്ങനെ ഉരുണ്ടുപോയി. ലുടക്ന ദവാക്കി ശീശി, മരുന്നിൻ്റെ കുപ്പി ഇങ്ങനെ താഴോട്ട് ഉരുണ്ടുപോയി. ढकेलना, राघव ने मोहन को सीढ़ियों से ढकेल दिया. അപ്പോൾ ढकेलना എന്ന് പറഞ്ഞാൽ തള്ളുക. അപ്പോൾ രാഘവനെ മോഹൻ കോ സീഡിയോം സെ ढकेल दिया, രാഘവൻ മോഹനെ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ടു. പിന്നെ ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക. കിതാബ് ടേബിൾ സെ നീച്ചെ ഗിർ ഗൈ, വീണു, താഴോട്ട് വീണു. ഖിസക്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തള്ളി സൈഡിലോട്ട് തള്ളുക. മാധവനെ ഖിസക്കർ മുझे बैठने की जगह दी, മാധവൻ കുറച്ച് അങ്ങോട്ട് നീങ്ങി ഇരുന്നിട്ട് എനിക്ക് ഇരിക്കാനായിട്ട് സ്ഥലം ഉണ്ടാക്കി കൊടുത്തു. പ്രശ്ന 2, ചംകീല. റോഡ യഹാ രേഖാങ്കിത് വിശേഷൺ. ചംകീല എന്നത് വിശേഷണമാണ്. ഏതിന്? റോഡ എന്നതിന് ചംകീല എന്നത് വിശേഷണമാണ് അല്ലേ. അപ്പോൾ വിശേഷൺ ചമക് സജ്ഞ മേ ഈല പ്രത്യയ് ജോഡ്നെ പർ ബനാ ഹെ. അപ്പോൾ ചമക് എന്ന നാമത്തിൻ്റെ കൂടെ ഈല എന്ന ഒരു പ്രത്യയം അല്ലേ, ചംകീല ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രത്യയം ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ചംകീല എന്ന് മാറി. അപ്പോൾ निम्नलिखित शब्दों में यही प्रत्यय जोड़कर विशेषण बनाओ और इनके साथ उपयुक्त संज्ञाएं लिखो. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ കൂടെ എന്താണ്? നിമ്നലിഖിത് ശബ്ദവും, ഈ താഴെ കൊടുത്ത ശബ്ദങ്ങളുടെ കൂടെ ഈല എന്ന പ്രത്യയം ചേർത്തിട്ട്, അതായത് ജോഡ്കർ വിശേഷൺ ബനാവോ, വിശേഷണം ഉണ്ടാക്കിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. और इनके साथ उपयुक्त संज्ञाएं लिखो, അതിൻ്റെ കൂടെ ഉപയുക്ത, അതിന് ഉപകരിക്കുന്നതായിട്ടുള്ള സഞ്ജ, അതായത് നാമം, അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന നാമവും കൂടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സഞ്ജ കൂടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സഞ്ജായി ലിഖോ. പത്ഥർ എന്നതിൻ്റെ അതിൻ്റെ കൂടെ എഴുതുകയാണെങ്കിൽ ഈല എന്ന് ചേർക്കുകയാണെങ്കിൽ പത്രീല എന്നായിട്ട് മാറും, അതായത് വിശേഷൻ അല്ലേ, പത്രീല. അപ്പോൾ രാസ്ത എന്നത് സഞ്ജ, അതായത് ഒരു വഴി. പത്രീല രാസ്ത, അതായത് കല്ലുകൾ നിറഞ്ഞിരിക്കുന്ന വഴി. പിന്നെ കാണ്ടീല, കാണ്ട പ്ലസ് ഈല, കാണ്ടീല പൗധ, മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ചെടി. പൗധ എന്നത് നാമമാണ്. റസീല ആം, റസീല എന്നത് വിശേഷണമായിട്ട് മാറും. റസിൻ്റെ കൂടെ ഈല ചേർത്തു, അങ്ങനെ റസീല ആയി. ആം എന്നത് സഞ്ജ, അപ്പോൾ റസീല ആം, അപ്പോൾ വിശേഷൻ റസീല, ആം സഞ്ജ. പിന്നെ ജഹർ അല്ലേ, ജഹർ അതിൻ്റെ കൂടെ ഈല ചേർക്കുമ്പോൾ ജഹറീല ആയിട്ട് മാറി, അത് വിശേഷനാണ്. സാംപ് എന്നത് സഞ്ജയാണ്. അപ്പോൾ ജഹറീല സാംപ്, ജഹറീല എന്നത് വിശേഷണം, സാംപ് എന്നത് സഞ്ജയുമാണ്. ഓക്കെ, ആദ്യം നിങ്ങൾക്കറിയാം വിശേഷണം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ പുകഴ്ത്തുന്നത് അല്ലേ, നാമത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷൻ. അപ്പോൾ ഇവിടെ ചംകീല, പത്രീല, കാണ്ടീല, റസീല, ജഹറീല അതൊക്കെ എന്താണ്? വിശേഷനാണ്, നാമത്തെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, जब तुम मेरे साथ रहती हो तो अक्सर मुझसे बहुत सी बातें पूछा करती हो. എൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ എപ്പോഴും നീ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് എന്നത് ലെറ്ററിൽ നെഹ്റു തൻ്റെ മകളോട് പറയുന്നതായിട്ടാണ് അല്ലേ. അപ്പോൾ ഈ വാക്യത്തിൽ ഇതിൽ 2 വാക്യങ്ങളാണുള്ളത്, അതായത് തും മേരെ സാത്ത് രഹത്തി ഹോ, അക്സർ മുझसे बहुत सी बातें पूछा करती हो. അപ്പോൾ ഈ 2 വാക്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ जब എന്നതും तो എന്നതും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. यह वाक्य 2 वाक्यों को मिलाकर बना है. इन दोनों वाक्यों को जोड़ने का काम जब और തോക്ക് തബ് എന്ന അർത്ഥമാണ് അവിടെ തോ എന്നതിന് വരുന്നത്. അപ്പോൾ കർ രഹേ ഹെ, ഇസ്ലിയെ. അപ്പോൾ ഇനെ യോജക് कहते हैं, അതുകൊണ്ട് തന്നെ അത് കണക്ട് ചെയ്യുന്നത് കൊണ്ട് അതിനെന്താണ് പറയുന്നത്? യോജക് कहते हैं. ജബ് തോ എന്നത് തബ് എന്ന മീനിങ് ആണ് അവിടെ വരുന്നത്. ओके, योजक के रूप में भी कभी कोई बदलाव नहीं आता, इसलिए ये अव्यय का एक प्रकार होता है. അവ്യയത്തിൻ്റെ ഒരു പ്രകാർ, അവ്യയത്തിൻ്റെ തന്നെ ഒരു രൂപമാണ് യോജക്. യോജക് के रूप में कभी कोई बदलाव नहीं आता, इसलिए ये अव्यय का एक प्रकार होते हैं. नीचे वाक्यों को जोड़ने वाले कुछ और अव्यय दिए गए हैं. താഴെ കുറച്ച് അവ്യയ് നൽകിയിട്ടുണ്ട്, ഇങ്ങനെ വാക്യങ്ങളെ കണക്ട് ചെയ്യുന്നത് അല്ലേ. ഉനി റിക്ത് സ്ഥാനവുമേ ലിഖോ, അങ്ങനെ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ. ഇൻ ശബ്ദോ മേ തും ഭി ഏക് ഏക് വാക്യ ബനാओ, നിങ്ങളും ഓരോ വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് ബൽക്കി, ഇസ്ലിയെ, പരന്തു, കി, യദി, തോ, നക്കി, യാ, താക്കി. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് അവ്യയാണ്, അപ്പോൾ ഈ യോജകങ്ങളായിട്ടാണ് ഇവിടെ ഉപയോഗിക്കാൻ, ഈ ഓരോ വാക്യത്തിനെയും യോജിപ്പിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, कृष्णन फिल्म देखना चाहता है, मैं मेले में जाना चाहती हूँ. അപ്പോൾ അവിടെ എന്തായിരിക്കും യോജക് വരേണ്ടത്? കൃഷ്ണൻ
फिल्म देखना चाहता है परंतु मैं മേലെ में जाना चाहती हूँ परंतु അല്ലേ പക്ഷേ എന്നർത്ഥമാണ് परंतु मुनिया ने सपना देखा वह चंद्रमा पर बैठी है അപ്പോൾ മുനിയ ने सपना देखा कि वह चंद्रमा पर बैठी है എന്താണ് സ്വപ്നം കണ്ടത് ചന്ദ്രൻ്റെ മുകളിൽ ഇരിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് कि वह चंद्रमा पर बैठी है छुट्टियों में हम सब दुर्गापुर जाएंगे जलंधर छुट्टियों में हम सब या तो दुर्गापुर जाएंगे या जलंधर അവിടെ പോകും दुर्गापुर പോകും അല്ലെങ്കിൽ ജലന്ധറിൽ പോകും ഈ വെക്ക് सब्जी कटवा कर रखना घर आते ही मैं खाना बना लूँ താക്കി എന്ന യോജകമാണ് സബ്ജി അതായത് പച്ചക്കറി മുറിച്ച് വെച്ചെങ്കിൽ എനിക്ക് വീട്ടിൽ വന്നപാടെ ഭക്ഷണം ഉണ്ടാക്കാമായിരുന്നു എന്ന് താക്കി എങ്കിൽ എന്ന ഉപയോഗമാണ് യോജക് യദി അവിടെ യദിയാണ് വരേണ്ടത് മുझे पता होता कि शमीना बुरा मान जाएगी तो मैं यह बात न कहती അപ്പോൾ യദി എന്താണ് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ എന്നർത്ഥമാണ് യദി യദി മുझे पता होता कि ഷമീനയ്ക്ക് വിഷമം തോന്നും എന്നറിയാമായിരുന്നെങ്കിൽ तो मैं यह बात न कहती അറിയാമായിരുന്നെങ്കിൽ എന്നർത്ഥമാണ് അവിടെ യോജകമായിട്ട് വരുന്നത് പിന്നെ इस वर्ष फसल अच्छी नहीं हुई है अनाज महंगा है इस वर्ष फसल अच्छी नहीं हुई इसलिए अनाज महंगा इसलिए അതുകൊണ്ട് ഈ വർഷം എന്താണ് വിളവ് അത്ര നന്നായിട്ടില്ല അതുകൊണ്ട് എന്താണ് അനാജ് മെഹങ്ക ഹെ ധാന്യം നല്ല വിലയുള്ളതാണ് വിമൽ ജർമ്മൻ സീഖ് रहा है फ्रेंच അപ്പോൾ വിമൽ ജർമ്മൻ സീഖ് रहा है न कि ഫ്രഞ്ച് न कि ഫ്രഞ്ച് അപ്പോൾ ഫ്രഞ്ച് അല്ല പഠിക്കുന്നത് ജർമ്മൻ ആണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ യോജകം എന്താണ് न कि എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്